ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന മൂവിയിലെ പാർട്ട് 2 എന്ന് പറയാം. നമ്മൾ പാർട്ട് 1 ഇന്നലെ നൈറ്റിൽ ഇട്ടായിരുന്നു. പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് കുറച്ച് കാസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു, ഏതൊക്കെ കാസ്റ്റ് അതിനകത്ത് വരുമെന്ന് പറഞ്ഞു. ഗൈസ്, അപ്പോൾ ഇപ്പോഴുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇനി ടോണി സ്റ്റാർക്ക്, അതായത് അയൺമാൻ തിരിച്ച് വരുമോ ഗൈസ് MCUവിൽ? അയൺമാൻ തിരിച്ച് ഇനി യൂണിവേഴ്സിൽ കാണുമെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അതുമാത്രമല്ല, അയൺമാൻ മാത്രമല്ല, ക്യാപ്റ്റൻ അമേരിക്ക, അതുപോലെ തന്നെ ബ്ലാക്ക് വിഡോ. ക്യാപ്റ്റൻ അമേരിക്കയുടെ കാര്യത്തിൽ നമുക്ക് വേറൊരു ക്യാപ്റ്ററായിട്ട് നമുക്ക് ഫാൾക്കനെ കൊടുക്കാം. ഓക്കെ. പക്ഷേ റോബർട്ട് ഡൗണി ജൂനിയർ അതുപോലെയല്ല. അതായത് റോബർട്ട് ഡൗണി ജൂനിയർ ടോണി സ്റ്റാർക്ക്. അപ്പോൾ ടോണി സ്റ്റാർക്കിന് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. കാരണം ടോണി സ്റ്റാർക്കായിട്ട് അഭിനയിക്കുന്ന ആർ ഡി ജെ എന്ന കഥാപാത്രത്തിന് ഇപ്പോൾ ഈ മൂവിയിലേക്ക് തിരിച്ചുവരവ് ഉടനെ അല്ല ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കഴിഞ്ഞ സമയത്ത് ടോണി സ്റ്റാർക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. റോബർട്ട് ഡൗണി ജൂനിയർ ഇങ്ങനെയാണ് പറഞ്ഞത്. റോബർട്ട് ഡൗണി ജൂനിയർ സിനിമ എങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നു അതുപോലെ ചെയ്യുക. അത് മാത്രമല്ല, അവസാനം സ്നാപ്പ് ചെയ്യുമ്പോൾ അയൺമാൻ എന്ന് പറയാൻ പോലും റോബർട്ട് ഡൗണി ജൂനിയർ തയ്യാറല്ലായിരുന്നു. എന്നിട്ടും പറഞ്ഞു സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഇറക്കാതിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ സ്ട്രേഞ്ച് ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്സിൽ അയൺമാൻ്റെ പകരം സുപ്പീരിയർ അയൺമാനായിട്ട് നമ്മുടെ പണ്ടത്തെ അയൺമാനൊക്കെ ടോം ക്രൂസിന് പുള്ളിക്കാരൻ സൈനപ്പൊക്കെ ചെയ്തു. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ ടോം ക്രൂസിൽ ആരുമില്ല. സുപ്പീരിയർ അയൺമാൻ എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നില്ല. ഹൈഡ്ര, അതുപോലെ തന്നെ ക്യാപ്റ്റൻ മാർവൽ, ഫാന്റാസ്റ്റിക് ഫോർ, അവനെ കുറേ പേരുണ്ട്. അവരാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ സുപ്പീരിയർ അയൺമാൻ വന്നിട്ടില്ല. അപ്പം കാങ് ഡൈനാസ്റ്റിയിൽ അയൺമാൻ വരുമോ? കാങ് ഡൈനാസ്റ്റിയിൽ അയൺമാൻ വരത്തില്ലെന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അയൺമാൻ വരാൻ സാധ്യത ഒട്ടുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ടോണി സ്റ്റാർക്ക് റോബർട്ട് ഡൗണി ജൂനിയർ പെട്ടെന്നൊന്നും അങ്ങനെ സിനിമയിലേക്ക് തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അതുമാത്രമല്ല, ഈ സിനിമ അത്രയ്ക്ക് ഡിലേ ആക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ടൈം കുറവാണ്. അതുമാത്രമല്ല, ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ അയൺമാൻ വരും. ചിലപ്പോൾ ഒരു AI ആയിട്ടോ അതായിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു സീക്രട്ട് വാർഡിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.